ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് UJT റിലാക്സേഷൻ ന്യൂസ് ലെറ്ററാണ്. നമ്മുടെ എയിം ടു കൺസ്ട്രക്റ്റ് എ UJT റിലാക്സേഷൻ ന്യൂസ് ലെറ്റർ ആൻഡ് പ്ലോട്ട് ദ വേവ് ഫോംസ് അറ്റ് എമിറ്റർ ബേസ് 1 ആൻഡ് ബേസ് 2. തന്നിരിക്കുന്ന സർക്യൂട്ട് പ്രകാരം UJT റിലാക്സേഷൻ ന്യൂസ് ലെറ്റർ നിർമ്മിക്കുകയും അതിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള വേവ് ഫോംസ് CRO മുഖേന കണ്ടതിന് ശേഷം അത് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് എയിം. ആവശ്യമായിരിക്കുന്ന കമ്പോണൻസ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, 100 ohm ആൻഡ് 10K, കപ്പാസിറ്റർ ഉണ്ട് 0.1 മൈക്രോ ഫാരഡ്, UJT ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന UJT, സപ്ലൈ കൊടുക്കാൻ വേണ്ടി 10 വോൾട്ട് DC പവർ സപ്ലൈ, വേവ് ഫോംസ് കാണാൻ വേണ്ടിയിട്ട് ഓസിലോസ്കോപ്പ്, മൾട്ടിമീറ്റർ, ബ്രെഡ് ബോർഡ് ആൻഡ് കണക്റ്റിംഗ് വയർസ്. ഇത്രയാണ് കമ്പോണൻസ് ആയിട്ട് വേണ്ടത്, ഡിവൈസ് ആയിട്ട് വേണ്ടത്. ഒരു UJT എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ്. ഒറ്റ ജംഗ്ഷൻ മാത്രമുള്ള ട്രാൻസിസ്റ്റർ. UJT ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നാനോ സെക്കൻഡുകൾക്കുള്ളിൽ സ്വിച്ചിങ് മോഡിലേക്ക് മാറാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്വിച്ചിങ് എന്ന പ്രത്യേകത, നാനോ സെക്കൻഡുകൾക്കുള്ളിൽ ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഉപകരണമാണ് UJT. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓസിലേറ്ററാണ്. ഇതൊരു RC ഓസിലേറ്റർ തന്നെയാണ് UJT റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ. ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കാണിക്കുന്നത്. ഒരു UJT ഉണ്ട്, 2N2646 എന്ന് പറയുന്ന UJT. അതിന് 2 ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സ് ഉണ്ട്, RB1 ആൻഡ് RB2. ഈ സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസിയും വോൾട്ടേജൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെസിസ്റ്റർ, അതുപോലെ കപ്പാസിറ്റർ, ഇവയുടെ വാല്യൂവിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന വേവ് ഫോംസിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതാണ് വേവ് ഫോംസ്. കപ്പാസിറ്ററിന് അക്രോസാണ് നാം മെയിൻ വേവ് ഫോം എടുക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു സോട്ടോത്ത് വേവ് ഫോമാണ്. അത് ലഭിക്കുന്നത് ഈ കപ്പാസിറ്ററിന് അക്രോസ് സൈഡ് ആയിരിക്കും. അതുപോലെ B1 അക്രോസ് ആയിട്ട് ലഭിക്കുന്ന വേവ് ഫോം അതാണ് VB1. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് VB2 അക്രോസ് ഇങ്ങനൊരു വേവ് ഫോം നമുക്ക് കാണാൻ കഴിയും. ഇനി എന്താണ് UJT എന്നൊന്നും കൂടെ പറയാം. ഇതൊരു യൂണി ജംഗ്ഷൻ സെമി കണ്ടക്ടർ ഡിവൈസാണ്. ഒറ്റ ജംഗ്ഷൻ മാത്രമേ അതിനുണ്ടാവുകയുള്ളൂ. 3 ടെർമിനലാണ് അതിനുണ്ടാവുക. B1, B2 ആൻഡ് E എന്ന് പറഞ്ഞാൽ എമിറ്റർ എന്നാണ്. ഇവിടെ UJTയുടെ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. N ടൈപ്പ് സിലിക്കൺ ബാർ കൊണ്ട് ലൈറ്റ്ലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് 2 എൻഡുകൾ ആയിട്ട് B1, B2 എന്ന പേരിൽ 2 ടെർമിനൽസ് കണക്ട് ചെയ്തിട്ടുണ്ടാവും, B1 ആൻഡ് B2. ഈ സിലിക്കൺ ബാർ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ B1ൻ്റെയും B2ൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് വളരെ ഹൈ ആയിരിക്കും. ഏകദേശം 5 to 10 kilo ohm വരെയൊക്കെ
വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനിടയ്ക്ക് ഒരു ഹെവി ഡോപ്ഡ് ആയിട്ടുള്ള പി ടൈപ്പ് റീജിയന് ഇതിലേക്ക്, അതായത് B2 റീജിയന് ക്ലോസ് ആയിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്യും. ഇത് ഹെവിലി ഡോപ്ഡ് ആണ്, പി ടൈപ്പാണ്. അത് എമിറ്ററായിട്ട് എന്ത് ചെയ്യും, അതിൽ എടുക്കുന്ന ലീഡ് അല്ലെങ്കിൽ ടെർമിനൽ എമിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. പി ടൈപ്പ് എന്ന് വരുന്ന ലീഡ്. ഇങ്ങനെ വരുമ്പോൾ എമിറ്ററിൻ്റെയും B1ൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് അത് ഹൈ ആയിരിക്കും എന്തിനേക്കാൾ, B2ൻ്റെയും ഇൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസിനേക്കാൾ. കാരണം ഇവിടെ ഈ ടെർമിനൽ B2 എന്ന ടെർമിനലിനോട് ആയിട്ടാണ്, ക്ലോസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം, അതുപോലെ സിംപ്ലിഫൈഡ് സർക്യൂട്ട്, അതിൻ്റെ സിമ്പൽ 3 ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഹെവിലി ഡോപ്ഡ് പി ടൈപ്പ് മെറ്റീരിയൽ. N ടൈപ്പാണ്. N ടൈപ്പിൻ്റെ രണ്ടറ്റത്തും B2 B1 എന്നീ 2 ടെർമിനൽ ഉണ്ടാവും. പിയിൽ നിന്ന് വരുന്ന ടെർമിനലാണ് എമിറ്റർ. ആ എമിറ്റർ B2നോട് ക്ലോസ് ആയിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിംപ്ലിഫൈഡ് രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു PN ജംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ആ ഡയോഡിൻ്റെ രൂപത്തിൽ കാണിച്ചിട്ടുണ്ട്. PN ജംഗ്ഷൻ ഡയോഡ്. B2ൻ്റെയും എമിറ്ററിൻ്റെ ഇടയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അതാണ് RB2 എന്ന രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ B1ൻ്റെയും എമിറ്ററിൻ്റെ ഇടയിലുള്ള റെസിസ്റ്റൻസാണ് RB1 എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ സിമ്പലാണ് ഈ രൂപത്തിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. എമിറ്റർ, B2 ആൻഡ് B1 3 ടെർമിനൽസ്. പിന്നെ ഈ ഡിവൈസ് എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതിൻ്റെ കെയർ നോക്കിയാൽ മനസ്സിലാവും. എന്താണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, ചില ഇലക്ട്രോണിക്സ് ഡിവൈസിൽ വോൾട്ടേജ്, അതിൻ്റെ ടെർമിനൽ അക്രോസ് വോൾട്ടേജ് കൂടുമ്പോൾ അതിലൂടെ ഡ്രോ ചെയ്യുന്ന കറണ്ട് കുറഞ്ഞു വരുന്നു. അതായത് വോൾട്ടേജിന് നേരെ വിപരീതമായിട്ടായിരിക്കും അതിൻ്റെ കറണ്ടിൻ്റെ എമൗണ്ട് ഉണ്ടാവുക. അതാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫിഗറിൽ. എമിറ്റർ വോൾട്ടേജ് ആൻഡ് എമിറ്റർ കറണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ VP എന്ന പോയിന്റിലെത്തുമ്പോൾ, വോൾട്ടേജ് മാക്സിമത്തിലെത്തുമ്പോൾ അവിടെ I കുറവാണ്. IP എന്ന പേരിൽ, അതായത് പീക്ക് പോയിന്റിലുള്ള കറണ്ട് കുറവാണ്. ഇനി ആ വോൾട്ടേജ് ഡ്രോ ചെയ്ത് കുറഞ്ഞിട്ട് വാലി പോയിൻ്റ് എത്തുമ്പോഴാണ് കറണ്ട് മാക്സിമം ആവുന്നത്. അതാണ് ഇവിടെ സാറ്റുറേഷൻ റീജിയനിൽ കാണിച്ചിരിക്കുന്നത്. IV എന്ന പേരിൽ വാലി കറണ്ട്. ചുരുക്കത്തിൽ ഈ ഡിവൈസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ആക്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് UJT എന്ന് പറയുന്നത്. ഇനി എന്താണ് UJT ഉപയോഗിച്ച് റിലാക്സേഷൻ ഓസിലേറ്റർ എന്നാണ് ഉദ്ദേശിച്ചത്. മുമ്പ് പറഞ്ഞു, ഇതൊരു RC ടൈപ്പ് ഓസിലേറ്ററാണ്. റെസിസ്റ്റർ കപ്പാസിറ്റർ ഉപയോഗിച്ച് ആ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കാരണം ഇത് എക്സലൻറ്റ് സ്വിച്ചായിട്ടാണ് UJT നമുക്ക് ഉപയോഗിക്കുക. കാരണം നാനോ സെക്കൻഡുകൾക്കിടയിൽ ഇതിൻ്റെ സ്വിച്ചിങ് പർപ്പസ് നടന്നുകൊണ്ടേയിരിക്കും. പെട്ടെന്ന് തന്നെ റാപ്പിഡായിട്ട് സ്വിച്ചിങ് മോഡിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് UJT. ഇതിന് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനെ റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയാൻ കാരണം,
സിഗ്നലിലെ ടൈം ഇൻ്റർവെൽസ് കപ്പാസിറ്ററിൻ്റെ ചാർജിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കപ്പാസിറ്ററിൻ്റെ വാല്യൂവിനനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ചാർജിങ് റേറ്റിനനുസരിച്ച് സിഗ്നൽസിൻ്റെ രണ്ട് സിഗ്നൽ തമ്മിലുള്ള ഇൻ്റർവെല്ലിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന UJT ഉപയോഗിച്ച റിലാക്സേഷൻ ഓസിലേറ്റർ എന്നുള്ള പേരിൽ അത് പറയാൻ കാരണം. അതിൻ്റെ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മുമ്പ് കാണിച്ച സർക്യൂട്ട് ഒന്ന് വലുതാക്കി കാണിച്ചതാണ്. ഇതിലെ കമ്പോണൻസ് ഒന്ന് UJT, അതുപോലെ R1 ആൻഡ് R2 ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സ്, പവർ സപ്ലൈ ഉണ്ട്, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്റർ. ഇപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ അനുസരിച്ച് R1 ആൻഡ് R2 ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സാണ്. ഇനി റെസിസ്റ്റർ R ആൻഡ് കപ്പാസിറ്റർ C, അതാണ് ഫ്രീക്വൻസി, ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കമ്പോണൻറ്റ്. പവർ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ കപ്പാസിറ്റർ 0.7 പ്ലസ് VBB എന്ന റേഞ്ചിലെത്തുമ്പോൾ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ആണ്. അതെത്തിക്കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ പീക്ക് വോൾട്ടേജ് VP എന്ന് പറയുന്നത്. കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് പീക്ക് വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നാം ഓൾറെഡി പറഞ്ഞിരിക്കുന്ന RB1 എമിറ്ററിൻ്റെയും B1 അക്രോസുള്ള റെസിസ്റ്ററിൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് കുറയാൻ തുടങ്ങും. അങ്ങനെ കപ്പാസിറ്റർ മാക്സിമം ചാർജിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുക. ആ ഭാഗത്തിലൂടെ RB1 കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന ടെൻഡൻസി കാണിക്കുന്നു. ഇനി ആ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് VV എന്ന, അതായത് വാലി വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ ഈ ജംഗ്ഷൻ അക്രോസ് റെസിസ്റ്റൻസ് വീണ്ടും കൂടുന്നു, ക്ലൈം ബാക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വീണ്ടും കൂടിയതിന് ശേഷം വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വേവ് ഫോം എന്ന് പറയുന്നത് സോ ടൂത്ത് വേവ് ഫോമാണ്. കപ്പാസിറ്ററിന് അക്രോസ് ആ വേവ് ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സോ ടൂത്ത് വേവ് ഫോം. കപ്പാസിറ്റർ ചാർജ് ചെയ്യുമ്പോൾ ആണ് ഈ ഭാഗം കാണിച്ചിരിക്കുന്നത്. പിന്നെ അത് ഡ്രോ ചെയ്യുന്നു, വീണ്ടും ചാർജ് ചെയ്യുന്നു, ഡ്രോ ചെയ്യുന്നു, ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു. ആ രീതിയിൽ വരുമ്പോൾ ഒരു സോ ടൂത്ത് വേവ് ഫോം നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് നമുക്ക് ലഭിക്കുന്നു. ചുരുക്കത്തിൽ VPP എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം ഇവിടെ ലഭിക്കുക. VPP എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റർ RB1 ഡിസ്ചാർജ് ആവുന്നു. ആ ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ RB1 ജംഗ്ഷനിലെ റെസിസ്റ്റൻസ് വീണ്ടും കൂടുന്നു. ആ സമയത്ത് കപ്പാസിറ്റർ വീണ്ടും ചാർജിങ് ആവുന്നു. വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ഡിസ്ചാർജ് ആവുന്നു. അങ്ങനെ നമുക്ക് ഫൈനലായിട്ട് ഒരു സോ ടൂത്ത് വേവ് ഫോമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതാണ് UJT റിലാക്സേഷൻ ഓസിലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വേവ് ഫോം. ഇനി ഇതേ സമയം ബേസിന് അക്രോസും ബേസ് 1 ആൻഡ് ബേസ് 2 രണ്ട് ടെർമിനൽ അക്രോസ് CR ഉപയോഗിച്ച് വെക്കുകയാണെങ്കിൽ അവിടെ ഒരു എക്സ്പൊണൻഷ്യൽ വേവ് ഫോമാണ് ലഭിക്കുക. അത് രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. ആ രൂപത്തിലാണ്
UJT റിലാക്സേഷൻ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത്.